ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടി ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളുടെ മധ്യേ ആയിരിക്കാൻ ദൈവം എന്നെ സഹായിച്ച് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ആദ്യമായിട്ട് പ്രാർത്ഥനയ്ക്കും സ്തോത്രമായിട്ടൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ പലരും അറിഞ്ഞിട്ടുണ്ട്, മകൾ ക്രിസ്റ്റീനയ്ക്ക് വെല്ലൂർ CMCയിൽ MD എമർജൻസി മെഡിസിൻ അഡ്മിഷൻ കിട്ടി. അപ്പോൾ അതിൻ്റെ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി 26-ാം തീയതി ഞാനും മകളും കൂടി യാത്ര തിരിക്കുന്നു. ദൈവമക്കളുടെ വിശേഷാണ് പ്രാർത്ഥന ചോദിക്കുന്നു. കഴിഞ്ഞ വ്യാഴാഴ്ച വീട്ടിൽ നടന്ന കോട്ടേജ് മീറ്റിങ്ങിൻ്റെ സമയത്താണ് അതിൻ്റെ അറിയിപ്പ് കിട്ടിയത്. ദൈവമക്കളെല്ലാം അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. സമയ ചുരുക്കം മൂലം കൂടുതൽ വിശദീകരണത്തിന് ഞാൻ മുതിരുന്നില്ല. ഇന്ന് എൻ്റെ ടോപ്പിക്ക് ലോകം എന്നുള്ളതാണ്. My topic of today's message is world, WORLD. ലോകം എന്ന് പറയുമ്പോൾ അതിന് പല അർത്ഥ തലങ്ങളുണ്ട്. നമുക്കറിയാം, യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ദൈവം ലോകത്തെ സ്നേഹിച്ചു എന്ന് പറയും. ദൈവം ലോകത്തെ സ്നേഹിച്ചു എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് അർത്ഥം? ദൈവം ഈ ലോകത്തിൻ്റെ ഭൂമിയെ സ്നേഹിച്ചു എന്നാണോ? അല്ല, അവിടെ ദൈവം ലോകത്തിലുള്ള മനുഷ്യരെ സ്നേഹിച്ചു എന്നാണ്. പിന്നെ ലോകം എന്ന് നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ ഈ ലോകത്തിൻ്റെ വ്യവസ്ഥിതി, ഈ ലോകത്ത് വിവിധ അർത്ഥങ്ങളിൽ ഈ ലോകം എന്നുള്ള വാക്ക് ഉപയോഗിക്കാറുണ്ട്. ബൈബിളിൽ അനേക സ്ഥലങ്ങളിൽ ഈ ലോകത്തെ പറ്റി വളരെ വ്യത്യസ്തമായ ആശയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ ആദ്യമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 12-ാം വാക്യം. ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 8 വേഴ്സ് 12. യേശു പിന്നെയും അവരോട് സംസാരിച്ചു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. എന്നെ അനുസരിക്കുന്നവൻ ഇരുട്ടിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവൻ ആകുമെന്ന് പറഞ്ഞു. ഓക്കെ, മതി. അവിടെ എന്താണ് പറയുന്നത്? ഈ ലോകത്തിന്റെ വെളിച്ചം ആണ് യേശു ക്രിസ്തു. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്ന് വിശദമായിട്ട് സംസാരിക്കുവാൻ എനിക്ക് സമയമില്ല. പക്ഷേ നമുക്കറിയാം, ഈ പ്രവാചകന്മാരുടെയും ന്യായാധിപന്മാരുടെയും ഇസ്രായേലിനെ നടത്തിയ ദൈവമക്കളുടെ ഒരു കാലഘട്ടത്തിന് ശേഷം ഏകദേശം 400 വർഷത്തോളം ഈ ലോകത്തിന് ദൈവവുമായിട്ട് യാതൊരു കമ്മ്യൂണിക്കേഷനും ഇല്ലാതെ ഒരു അന്ധകാരത്തിൻ്റെ നൂറ്റാണ്ടുകൾ ആയിരുന്നു. ആ സമയത്താണ് കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് ഒരു വെളിച്ചമായിട്ട് കടന്നു വന്നത്. അവൻ അന്ധകാരത്തിലായിരുന്ന ഈ ലോകത്തിലേക്ക് വെളിച്ചമായിട്ട് കർത്താവായ യേശു കടന്നു വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണെന്ന് കർത്താവ് അവിടെ പറയുന്നുണ്ട്. നമുക്കറിയാം, ഈ ക്രിസ്മസ് ആഘോഷിക്കുന്ന ഈ സമയത്ത് അത് യേശു ക്രിസ്തുവിനെ ഒരു സ്റ്റാർ കണ്ടതായിട്ട് നമ്മൾ പറയുന്നുണ്ട് ആകാശത്ത്. അപ്പോൾ ഒരു നക്ഷത്രമായിട്ട്, ലോകത്തിന് പ്രകാശമായിട്ട്, ലോകത്തിന് ഇരുട്ടിൽ പൊക്കോണ്ടിരുന്ന ലോകത്തെ ഒരു വെളിച്ചം പകരാൻ വേണ്ടി കർത്താവ് അവിടെ വന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഇപ്പോൾ മറ്റൊരു വാക്യം വായിക്കാം. മത്തായി സുവിശേഷം 5-ാം അധ്യായം 14-ാം വാക്യം ഒന്ന് വായിക്കാം. ദി ഗോസ്പൽ ഓഫ് മാത്യൂസ് chapter 5 verse 14. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിക്കാൻ പാടില്ല. വിളക്ക് കത്തിച്ച് പറയും കീഴല്ല തന്നിന്മേലത്ര ഇരിക്കുന്നത്. മതി. അവിടെ എന്താണ് പറഞ്ഞത്? നമ്മൾ വെളിച്ചമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവം യേശു ക്രിസ്തു വെളിച്ചമാണെന്ന് യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുമ്പോൾ, മത്തായിയുടെ സുവിശേഷത്തിൽ പറയുകയാണ് നമ്മൾ ലോകത്തിന്റെ വെളിച്ചമാണ്. ഈ വെളിച്ചം നമുക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? നമുക്ക് കിട്ടിയത് കർത്താവിൽ നിന്ന് കിട്ടിയതാണ്. അല്ല, നമ്മളിൽ നമുക്ക് ചന്ദ്രന്റെ കാര്യം അറിയാം. ചന്ദ്രന് സ്വയമായിട്ട് പ്രകാശിക്കുന്ന വെളിച്ചമല്ല. ചന്ദ്രന് പ്രകാശം കിട്ടുന്നത് സൂര്യനിൽ നിന്നുമാണ് എന്ന് പറഞ്ഞതുപോലെ ഈ നമുക്ക് കിട്ടിയിരിക്കുന്ന വെളിച്ചം നമുക്ക് കർത്താവിൽ നിന്ന് കിട്ടിയ വെളിച്ചമാണ്. അപ്പോൾ ആ വെളിച്ചം, നമ്മുടെ ചുമതല എന്താണ്? മറ്റുള്ളവരിലേക്ക് അത് പകർന്നു കൊടുക്കണം.
മറ്റുള്ളവരെ ഇരുട്ടിലാക്കാനല്ല, അല്ലെങ്കിൽ മറ്റുള്ളവരെ അന്ധകാരത്തിലാക്കാനല്ല, മറ്റുള്ളവരുടെ ജീവിതത്തിൽ സന്തോഷം ജനിപ്പിക്കുവാൻ, അവരുടെ ജീവിതത്തിൽ പ്രകാശം കൊടുക്കുവാൻ, നമുക്ക് നമ്മൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന വെളിച്ചം മറ്റുള്ളവരിലേക്ക് പകരുവാൻ നാം തീർച്ചയായും ശ്രമിക്കേണ്ടത് ഉണ്ട്. ഇനി ലോകവുമായിട്ട് സംബന്ധിച്ച് ചില പോയിന്റ്സ് മാത്രം പറഞ്ഞു പോകാം, കാരണം സമയത്തിന് എനിക്ക് നിർത്തണം എന്നുള്ളത് കൊണ്ട്. 2 കൊരിന്ത്യർ 4:4 എന്ന് വായിക്കാം. 2 Corinthians chapter 4 verse 4. 2 കൊരിന്ത്യർ 4:4. ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിക്കുവാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. മതി. അവിടെ ഈ ലോകത്തിന്റെ ദൈവം എന്ന് പറയുന്ന ആരെയാണ്? നമുക്കറിയാം. ഈ ലോകത്തിന്റെ ദൈവം അല്ലെങ്കിൽ ഈ ലോകത്തിന്റെ പ്രഭു എന്ന് പറയുന്നത് പിശാചാണ്. അപ്പോൾ ഈ ലോകത്തിൽ ദൈവം സൃഷ്ടിച്ച ഈ ലോകം വാസ്തവത്തിൽ പിശാചിന്റെ അധീനതയിൽ, അല്ലെങ്കിൽ അവന്റെ പ്രവർത്തന മണ്ഡലം ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ ആത്മീയമായിട്ടുള്ള ദൈവികമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കുപരിയായി സാത്താന്റെ അധീനതയിലും അവന്റെ ഭരണത്തിലുമാണ് എന്ന് നമുക്ക് തീർച്ചയായിട്ടും കാണുവാൻ കഴിയും. നമ്മൾ ദൈവവിശ്വാസമുള്ളവരും ദൈവത്തിന്റെ ആ വഴിയിൽ ജീവിക്കുന്ന ആൾക്കാർ എത്രയോ തുച്ഛമാണ്. അപ്പോൾ ഈ ലോകത്തിന്റെ പ്രഭുവായ സാത്താൻ നമ്മുടെ ഈ ഭൂമിയിൽ ഇവിടെ പ്രവർത്തിച്ച് അവിശ്വാസികളെ കുരുടാക്കി എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അവിശ്വാസികളെ ജനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വിശ്വാസികളെ പോലും തെറ്റിച്ച് കളയാൻ വേണ്ടി അവൻ ശ്രമിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. എന്തുകൊണ്ടാണ് കർത്താവിനെ പോലും ഈ സാത്താൻ പരീക്ഷിച്ചത്? നമുക്കറിയാം. 1-2 വാക്യങ്ങൾ വായിക്കാം. 1 യോഹന്നാൻ 5:19. 1 John chapter 5 verse 19. 1 യോഹന്നാൻ 5:19 എന്ന് വായിക്കാം. നാം ദൈവത്തിൽ നിന്നുള്ളവർ എന്ന് നാം അറിയുന്നു, സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. അവിടെ നിന്നാണ് പറയുന്നത്. അപ്പോസ്തലൻ യോഹന്നാൻ പറയുകയാണ്, സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. അതുകൊണ്ടാണ് നമുക്കറിയാം കർത്താവിനെ പരീക്ഷിക്കാൻ പിശാച് കൊണ്ടുപോയത്. നമുക്കറിയാം എന്താണ് അവിടെ പറയുന്നത്. ഞാനൊരു വാക്യം പെട്ടെന്ന് ഒന്ന് പറയാം. ലൂക്കോസ് 4:6 പറയുന്നു, അവൻ യേശുവിനോട് പറയുകയാണ്, പിശാച് പറയുകയാണ്, ഈ അധികാരമൊക്കെയും അതിൻ്റെ മഹത്വവും നിനക്ക് തരാം, അത് എങ്കൽ ഏൽപ്പിച്ചിരിക്കുന്നു, എനിക്ക് മനസ്സുള്ളവന് ഞാൻ കൊടുക്കുന്നു, നീ എന്നെ നമസ്കരിച്ചാൽ അതെല്ലാം നിന്റേതാകും. ഈ ലോകം മുഴുവൻ സൃഷ്ടിച്ച, ഈ സർവ്വചരാചരങ്ങളെ സൃഷ്ടിച്ച ദൈവമായ യേശുക്രിസ്തുവിനോട് സാത്താന് നന്നായിട്ട് അറിയാം. യേശുക്രിസ്തു ദൈവമാണെന്നുള്ള കാര്യത്തിൽ നമുക്ക് ആർക്കും അറിയില്ലെങ്കിലും സാത്താന് തികഞ്ഞ ബോധ്യമുണ്ട്, ഇവൻ ദൈവപുത്രനാണെന്നുള്ള വളരെ നല്ല അറിവുണ്ട്. പക്ഷെ പറയുകയാണ്, ഇതിൻ്റെ സർവ്വത എൻ്റെ അധീനതയിലാണ് കിടക്കുന്നത്. ശരിയല്ലേ? ചിന്തിച്ചു നോക്കിയേ. നമുക്ക് ഈ ലോകത്തിൻ്റെ സർവ്വ വ്യവസ്ഥിതികളും നിയമങ്ങളും എല്ലാം സാത്താന് അനുകൂലമാണ്. യാതൊരു സംശയവും അക്കാര്യത്തിൽ ഇല്ല. അതുകൊണ്ടാണ് അവൻ ക്രിസ്തുവിനെ പോലും പരീക്ഷിക്കുവാൻ മുതിർന്നത്. ഈ ലോകത്തിൻ്റെ നമ്മളെ പലപ്പോഴും നമ്മുടെ വിശ്വാസ ജീവിതത്തെ അവൻ പരീക്ഷിക്കുന്നത് എങ്ങനെയാണ്? ഈ ലോകത്തിൻ്റെ പല കാര്യങ്ങളിലേക്കും നമ്മളെ അവൻ കൊണ്ടുചെന്ന് എത്തിക്കുകയാണ്. ഈ ക്രിസ്തുവിനെയൊക്കെ വിളിച്ചിട്ട് എന്താ കാര്യം? വെറുതെ നീ വിശ്വാസിയായിട്ട് ജീവിച്ചിട്ട് എന്താ ഒരു കാര്യവുമില്ല. നീ എൻ്റെ കൂടെ പോരെ. ഈ സന്തോഷമുണ്ട്, എന്തൊക്കെ സന്തോഷങ്ങളുണ്ട്, എന്തൊക്കെ അനുഭൂതികളുണ്ട്, എന്തൊക്കെ ഗുണങ്ങളാണ് എൻ്റെ പിന്നാലെ വന്നാൽ നിങ്ങൾക്ക് ലഭ്യമാകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് സാത്താൻ നമ്മളെ ദിനംതോറും അവൻ്റെ സന്നിധിയിലേക്ക് ചേർക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. 2 തിമോത്തിയോസ് 4:10 ഒന്ന് വായിക്കാം. 2 Timothy chapter 4 verse 1. 2 തിമോത്തിയോസ് 4:10. ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് എന്നെ വിട്ട് തെസ്സലോനിക്കയിലേക്ക് പോയി. മതി. എന്താണ് അവിടെ പറയുന്നത്? ദേമാസ് ലോകത്തെ സ്നേഹിച്ച് അപ്പോസ്തലനെ പൗലോസിനെ വിട്ടുപോയി. നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും ഈ ലോകസ്നേഹം നാം അറിയാതെ കടന്നു വരുന്നുണ്ട്. ഞാൻ 1-2 വാക്യങ്ങൾ വായിച്ചിട്ട് എൻ്റെ വിശദീകരണത്തിലേക്ക് പോകാം. 1 യോഹന്നാൻ 2:15 ഒന്ന് വായിക്കാമോ?
1 John chapter 2 verse 15. അവിടെ എന്താണ് പറയുന്നത് നോക്കാം. ഇല്ല. ഓക്കെ, ഇനി യാക്കോബിന്റെ ലേഖനം 4:4 എന്ന് വായിക്കാമോ? The book of James chapter 4 verse 4. യാക്കോബിന്റെ ലേഖനം 4:4. വ്യഭിചാരികളായുള്ളവരെ, ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ആകയാൽ ലോകത്തിന്റെ സ്നേഹിതരാകുവാൻ ഇച്ഛിക്കുന്നവരെല്ലാം ദൈവത്തിന്റെ ശത്രുവായിത്തീരുന്നു. നമുക്കറിയാം. അപ്പൊ ലോക സ്നേഹം ദൈവസ്നേഹത്തിന് നേരെ ഓപ്പോസിറ്റാണ്. നമ്മുടെ മനസ്സ് പലപ്പോഴും ഈ ദൈവസ്നേഹം വിട്ട് ഈ ലോകത്തെ സ്നേഹിക്കാൻ നാം അറിയാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഒരു വിവാഹ ജീവിതത്തിൽ ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള റിലേഷനെ നമുക്കതുമായിട്ട് താരതമ്യപ്പെടുത്തി പറയുകയാണെങ്കിൽ എങ്ങനെയാണ് ഈ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ഒരു അകലം ഗ്രാജുവലി ഒരു ഡൈവോഴ്സിലേക്ക് പോകുന്നത് എന്ന് നാം ചിന്തിക്കുമ്പോൾ അതിന് പല 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 സ്റ്റെപ്പുകളുണ്ട്. എന്ന് പറഞ്ഞതുപോലെയാണ് ഈ വിശ്വാസികളായ നാമും ദൈവവുമായിട്ടുള്ള സ്നേഹത്തിൽ നിന്ന് നമ്മൾ ഗ്രാജുവലി അകന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണത് ആദ്യമായി സംഭവിക്കുന്നത് അറിയാമോ? ഒരു ദൈവത്തിൽ നിന്ന് ഒരു അകൽച്ച നമുക്ക് വരും, അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലൊരു ചെറിയൊരു അകൽച്ച വരും. അകൽച്ച വരുമ്പോൾ എന്ത് പറ്റും? അതിൻ്റെ ഇൻറ്റിമസി കുറഞ്ഞു വരും. ഇൻറ്റിമസി കുറഞ്ഞാൽ ഇഴയടുപ്പം ഒരു അടുപ്പം കുറഞ്ഞു കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മൾ ആ ദൈവത്തോടുള്ള സ്നേഹത്തിന് പതുക്കെ നമ്മൾ കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ലോകത്തെ കൂടുതൽ സ്നേഹിക്കാൻ തുടങ്ങും. എന്താ പറ്റും? നമുക്ക് ദൈവമായിട്ടുള്ള സമയം ചെലവഴിക്കുന്നതിനേക്കാൾ കൂടുതൽ സന്തോഷം ഈ ലോകത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങളിൽ നാം വ്യാപൃതരാകുമ്പോൾ നമുക്ക് ലഭ്യമാകും. ഗ്രാജുവൽ പ്രോസസ്സാണ്. അതുപോലെ അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും? ഈ ദൈവത്തിൻ്റെ പ്രയോറിറ്റി കൊടുക്കാതെ ഈ ലോകത്തിലെ കാര്യങ്ങൾക്ക് പ്രയോറിറ്റി നമ്മൾ കൊടുക്കും. എന്നിട്ടെന്ത് പറ്റും? ദൈവവുമായിട്ടുള്ള അറ്റാച്ച്മെന്റ് കുറഞ്ഞ് നമ്മൾ ഈ ലോകവുമായിട്ടുള്ള പുതിയൊരു ബന്ധത്തിലേക്ക് പോവുകയാണ്. അങ്ങനെയാണ് സാധാരണ അതുകൊണ്ടാണ് പറയുന്നത്, കർത്താവായ യേശു ക്രിസ്തുമായിട്ടുള്ള ഏകാഗ്രത നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥ നമുക്ക് വരും. അതുകൊണ്ടാണ് സഭയാകുന്ന മണവാട്ടി നിങ്ങൾ ദൈവത്തെ വിട്ടുപോകുമ്പോൾ അത് ഈ ലോകത്തെ സ്നേഹിക്കുമ്പോൾ എന്താണ് പറയുന്നത്? അത് വ്യഭിചാരം ചെയ്യുന്നതാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് അത് പറയുന്നത്? ഈ ലോകത്തിന്റെ ഭോഗങ്ങളിൽ, ലോകമൈത്യത്തിൽ നമ്മൾ ചിന്തിച്ച് ഈ ഒരു അൺഫെയ്ത്ത്ഫുൾ ഹസ്ബൻഡായിട്ട്, അല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ച് പറഞ്ഞാൽ അൺഫെയ്ത്ത്ഫുൾ വൈഫായിട്ട് നമ്മൾ തീരുകയാണ്. കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് നാം അകന്ന് ഈ ലോകത്തെ സ്നേഹിക്കുമ്പോൾ നാം ആത്മീയമായിട്ടുള്ള ഭാഷയിൽ പറഞ്ഞാൽ നാം ഹാർലട്രി, അല്ലെങ്കിൽ നാം വ്യഭിചാരം ചെയ്യുന്നു എന്ന് ആണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് അങ്ങനെയാണ് ഒരു ഗ്രാജുവൽ പ്രോസസ്സിൽ കൂടി നാം ദൈവത്തിൽ നിന്ന് അകന്ന് പിന്മാറ്റത്തിലേക്കും ഈ ലോകത്തിൻ്റെ സുഖങ്ങളിലേക്കും ഒക്കെ നഷ്ടപ്പെട്ടു പോകുന്നത്, ലോകത്തിന് പിന്നാലെ പോവുകയാണ്. അതുകൊണ്ടാണ് പറയുന്നത്, ഈ ലോകത്തിന്റെ സ്നേഹിതനാകുവാൻ ഒരുത്തൻ ഇച്ഛിച്ചാൽ അവൻ ദൈവത്തിന്റെ ശത്രുവായി തീരും. കാരണം എന്താ? നമുക്ക് ദൈവത്തോടുള്ള അഭിവാഞ്ച ദൈനംദിനം കുറഞ്ഞു വരികയാണ്. ഈ ലോകത്തിന്റെ സുഖങ്ങളിലും സന്തോഷങ്ങളിലും നാം ശ്രദ്ധ ഊന്നിയിട്ട് പണസമ്പാദനമായിരിക്കും നമ്മളെ പിന്തിരിപ്പിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ മക്കളായിരിക്കാം, നമ്മുടെ വിദ്യാഭ്യാസമായിരിക്കാം, നമ്മുടെ ജോലിയായിരിക്കാം. അങ്ങനെ അനേക കാര്യങ്ങൾ ദൈവത്തോടുള്ള ഏകാഗ്രതയിൽ നിന്ന് നമ്മെ ഗ്രാജുവലി നഷ്ടപ്പെട്ട് ദൈവത്തിൽ നിന്ന് വളരെ അകന്ന് ദൈവത്തിൻ്റെ ശത്രുവായിട്ട് ഈ ലോകത്തിനുള്ള വേണ്ടപ്പെട്ടവരായിട്ട് നാം മാറുകയാണ്. അതുകൊണ്ടാണ് ഈ ലോകത്തിന്റെ കാര്യങ്ങളിൽ നാം മുന്നോട്ട് പോയി കഴിയുമ്പോൾ, ആ ലോകമയത്വത്തിൽ നാം ആണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് ആ ദൈവത്തോടുള്ള
ഇഷ്ടം നഷ്ടപ്പെട്ട നാം ദൈവത്തിൻ്റെ ശത്രുവായിട്ട് മാറുകയാണ്. നമുക്ക് 3 ശത്രുക്കളുണ്ട്. ഞാൻ വിശദമായിട്ട് വാക്കുകളൊന്നും പറഞ്ഞ് എടുത്തു മുന്നോട്ട് പോയി എനിക്ക് സമയമില്ല. അത് ലോകം, ജഡം, പിശാച്. അതിലാദ്യം പറഞ്ഞിരിക്കുന്ന ലോകം നമുക്ക് ശത്രുവാണ്. നമ്മുടെ ജഡം നമുക്ക് ശത്രുവാണ്, അല്ലേ? നമ്മളെ വീഴ്ചകളെയും നമ്മുടെ ജഡം എങ്ങനെ ശത്രുവാകുന്നത്? നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിൽ കൂടി നമ്മളെ ദൈവത്തിൻ്റെ ആ ഇഷ്ടത്തിൽ നിന്ന് വേർതിരിച്ച് നമ്മുടെ ഭോഗേച്ഛകളിൽ നാം അതിൽ അഭിരമിക്കുന്നവരാകുമ്പോൾ നമുക്കതിനൊരു ബലഹീനതയാണ്. നമ്മുടെ ജഡത്തിൻ്റെ ബലഹീനത നമുക്കുണ്ട്, നമുക്കറിയാം. എന്നാൽ എന്താണ് ജോസഫ് ചെയ്തത്? നമുക്കറിയാം, അവിടെ വിട്ട് ഓടിപ്പോയെന്നാണ് പറയുന്നത്, അല്ലേ? ആ സന്ദർഭത്തിൽ നിന്ന് പാപമായ ജഡം അവനെ കീഴ്പ്പെടുത്തുവാൻ ശ്രമിച്ചപ്പോൾ, നിരന്തരം അവനെ പെർസ്യൂഡ് ചെയ്തപ്പോൾ അതിൽ നിന്നൊക്കെ അവൻ വിട്ട് ഓടിപ്പോയി. നമുക്ക് ഈ ദൈവവുമായിട്ട് നാം ഫെയ്ത്ത്ഫുൾ ആണോ? ആർ വി ഫെയ്ത്ത്ഫുൾ വിത്ത് ഗോഡ്? അത് നമ്മളെല്ലാവരും ഒന്ന് ചോദിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം നാം അറിയാതെ നാം ഒരുപക്ഷെ അറിഞ്ഞുകൊണ്ടാവണമെന്നില്ല. അപ്പൊ ഗ്രാജുവലി ദൈവത്തിൽ നിന്ന് അകന്നു പോകും തോറും ഈ ലോകത്തിന്റെ പിന്നാലെ അതിന്റെ പിന്നാലെ നാം വീഴുകയാണ് ചെയ്യുന്നത്. ഞാൻ മുന്നോട്ട് പോകട്ടെ. 1 കൊരിന്ത്യർ 1-ാം വാക്യം വായിക്കാം. 1 Corinthians chapter 1 verse 20. ജ്ഞാനി എവിടെ? ശാസ്ത്രി എവിടെ? താർക്കികൻ എവിടെ? ലോകത്തിന്റെ ജ്ഞാനം ദൈവം ഭോഷത്വമാക്കിയില്ലേ? അവിടെ നിന്നാണ് പറയുന്നത്. പൗലോസ് പറയുകയാണ്, ഈ ലോകത്തിന്റെ ജ്ഞാനം ദൈവം ഭോഷത്വമാക്കി. നമ്മളൊന്ന് ഓർത്ത് നോക്കി, ഈ ലോകത്തിലെ ചിന്താഗതിക്ക് അനുസരിച്ച് പോവുകയാണെങ്കിൽ കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചത് വലിയൊരു മണ്ടത്തരമായി പോയെന്ന് ഈ ലോകം പറയുന്നു. ഈ ലോകത്തിന്റെ രക്ഷിതാവായിട്ട് വന്ന ലോകത്തിന്റെ ദൈവമാണ്, ഞാൻ മനുഷ്യരെ രക്ഷിക്കാം, ഞാൻ രക്ഷിതാവായിട്ടാണ് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ ഒരു വ്യക്തി നിസ്സഹായനായിട്ട് ക്രൂശിൽ കിടന്ന് നിലവിളിക്കുന്ന ഒരു കാഴ്ച എന്ന് ചിന്തിച്ച് നോക്കിയേ. ഈ ലോകത്തിന് മനസ്സിലാക്കാൻ പറ്റുമോ? ഒരിക്കലുമില്ല. ഈ ലോകത്തിന്റെ ചിന്ത എന്താണ്? ശക്തിമാനായിട്ട് രാജാവായിട്ട് വരുന്ന ഒരാൾ സർവ്വത്തിനെയും തച്ചുടച്ച് അവന്റെ കൈക്കീഴിലാക്കി അധികാരം പ്രയോഗിച്ച് ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരാള്, അവർക്ക് നമുക്കറിയാം ഈ ലോകത്തിൽ ധാരാളം ഫെസിലിറ്റീസ്, അല്ലെങ്കിൽ അതുപോലെ എല്ലാവരെയും മറ്റെല്ലാ രാജ്യങ്ങളെയും കീഴടക്കി ഈ മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിയെ പോലെ എല്ലാം തച്ചുടച്ച് ഞാനാണ് ലോക നേതാവ് എന്ന് പറഞ്ഞ് സർവ്വതിനെയും കാൽ കീഴാക്കി യാതൊരു ഒരു താഴ്ചയും വരാതെ സൂക്ഷിക്കുന്നതാണ് ഈ ലോകത്തിന്റെ ജ്ഞാനം. പക്ഷേ കർത്താവ് അതിന് നേരെ വിപരീതമാണ് കർത്താവ് സ്വീകരിച്ചത്. അത് ലോകത്തിന്റെ ദൃഷ്ടിയിൽ ഇത് ഭോഷത്വമാണ്, എന്തോ ഒരു മണ്ടത്തരമാണ് കാണിച്ച്. വേറെ ഒരു കാര്യമില്ലായിരുന്നു കർത്താവിന്. പക്ഷെ ദൈവം അതാണ് പൗലോസ് പറയുന്നത്, ഈ ലോകത്തിന്റെ ദൃഷ്ടിയിൽ വലിയ കാര്യമാണുള്ളത്. ദൈവം അത് വെറും ഭോഷത്വമാക്കി ചിത്രീകരിച്ചു. അതുപോലെ ഒരു വാക്യാണ് വാക്യം 1 കൊരിന്ത്യർ 1:27-28 ഒന്ന് വായിക്കാം. 1 Corinthians chapter 1 verse 27 and 28. 1 കൊരിന്ത്യർ 1:27-28. അപ്പോൾ ഇവിടെ അതാണ് നമുക്കിത്. അതുകൊണ്ടാണ് സാധാരണ ബുദ്ധിജീവികൾക്കും ഈ ലോകത്തിലെ ബുദ്ധിമാന്മാർക്കും ഈ കാര്യങ്ങളൊന്നും മനസ്സിലാകാത്തത്. അതുകൊണ്ടാണ് അവർ ദൈവത്തെ പലരും സ്വീകരിക്കാൻ മടിക്കുന്നത്. കാരണം എന്താ? അവരുടെ ബുദ്ധിയിൽ ചിന്തിക്കുമ്പോൾ ഇതൊക്കെ വലിയ മണ്ടത്തരമായി പോയെന്നാണ് അവർ ചിന്തിക്കുന്നത്. വേറെ എന്തോ ഒരു മണ്ടത്തരമാണ് ഈ ഇത്ര ഹീനമായ ഒരു മരണം കർത്താവ് എന്തിന് ഏറ്റെടുത്തു? എന്ത് സാധാരണ ബുദ്ധിക്ക്, മനുഷ്യന്റെ ബുദ്ധിക്ക് അതീതമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് അനേകരും ഈ ക്രിസ്തുവിനെ അറിയാൻ ശ്രമിക്കാത്തത്. എന്താണ് ഈ ക്രിസ്തുവിന്റെ ആശയങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാത്തത്. അതുപോലെ ക്രിസ്തുവിന്റെ ആശയം എന്താണ്? നിങ്ങൾ ഉന്നതനാവാൻ ഇച്ഛിച്ചാൽ അവൻ മറ്റുള്ളവരുടെ ദാസനാകണമെന്നാണ് പറഞ്ഞേക്കുന്നത്, അല്ലേ? അത് ഈ ലോകത്തിന് മനസ്സിലാവുമോ? ഇല്ല. മഹാരാജാവോ അല്ലെങ്കിൽ വലിയ പോപ്പോ അല്ലെങ്കിൽ ഉന്നത സ്ഥാനത്തുള്ള ആരുമായിക്കോട്ടെ, അവർക്കെല്ലാം അവർ കാണിക്കുന്ന അവരുടെ പണവും പ്രതാപവും അവരുടെ സൗകര്യങ്ങളും എല്ലാം ഏറ്റവും ഉന്നതമായ നിലയിലാണ്.
ഈവൻ ഈ തിരുമേനിമാരൊക്കെ മരിക്കുമ്പോൾ തന്നെ നമുക്കറിയാം എത്രമാത്രം വലിയ ആചാര ബഹുമതിയോടുകൂടിയാണ് അവരെ സംസ്കരിക്കുമല്ല, അവരെ ഇരുത്തി വലിയ സിംഹാസനത്തിൽ വലിയ ചെങ്കോലും വലിയ കിരീടവും ഒക്കെ വെച്ച് അത് അവരെ വലിയ ഉന്നതമായ നിലയിലാണ് അവരത് കൈകാര്യം ചെയ്യുന്നത്, കവറടക്കുന്നത്. അപ്പോൾ അത് കർത്താവ് അങ്ങനെ വല്ലതും ചെയ്തിട്ടുണ്ടോ? ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ കർത്താവ് അതുകൊണ്ടാണ് കർത്താവിനെ അന്ന് അവർക്ക് മനസ്സിലാകാത്തത്. കർത്താവിന് വേണമെങ്കിൽ ധാരാളം അത്ഭുതങ്ങൾ ഈ തൻ്റെ ദൈവികമായ ശക്തി തെളിയിക്കാൻ വേണ്ടി കാണിക്കാമായിരുന്നു. പക്ഷെ നമ്മളൊന്നും ചിന്തിച്ചു നോക്കി, കർത്താവ് ചെയ്ത അത്ഭുതങ്ങൾ ഒന്നും താൻ ദൈവമാണെന്ന് തെളിയിക്കാൻ വേണ്ടി അല്ല പ്രധാനമായിട്ടും ചെയ്തത്. എന്തുകൊണ്ടാണ്? അത് ഓരോ ആവശ്യങ്ങളായിരുന്നു. കണ്ണ് കാണാത്ത കാഴ്ച കൊടുത്തു, ലാസറിനെ ഉയർപ്പിച്ചു. ഇതെല്ലാം വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു വാസ്തവത്തിൽ. കാരണം അവരുടെ നീഡിനനുസരിച്ചാണ് കർത്താവ് ഈ അത്ഭുതങ്ങളെല്ലാം ചെയ്തത്. കാരണം അവരെ കല്യാണത്തിന് വീഞ്ഞാക്കിയത് എങ്ങനെ, വെള്ളം വീഞ്ഞാക്കിയത് എങ്ങനെ, എന്തായിരുന്നു കാര്യം? വീഞ്ഞ് തീർന്നു പോയി. അവിടെ ഒരു ആവശ്യമുണ്ടായി, ഈ ഒരു അത്ഭുതത്തിന്റെ ഒരു ആവശ്യമുണ്ടായിരുന്നു. അല്ലാതെ കർത്താവ് ഞാൻ ദൈവമാണെന്ന് തെളിയിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അങ്ങനെ വലിയ ഇന്നത്തെ ആൾക്കാരൊക്കെ ചെയ്യുന്ന പോലെ രോഗശാന്തിയൊക്കെ വലിയ പബ്ലിസിറ്റി, വലിയ സ്റ്റേജ്, ആയിരക്കണക്കിന് ആളെ വിളിച്ചു കൂട്ടി തെളിയിക്കാൻ ശ്രമിക്കുകയാണ്. കർത്താവ് അങ്ങനെ രോഗശാന്തി വല്ലതും നടത്തിയോ? ക്യാമ്പ് നടത്തിയോ? ഇല്ല. വലിയ ക്യാമ്പയിൻ ഒന്നും നടത്തിയില്ല. എല്ലാവരും ലോകത്തിലെ പിന്നെ അവിടെയുള്ള എല്ലാ രോഗികളെയും എൻ്റെ അടുത്ത് കൊണ്ടുപോകാൻ, ഞാൻ ഇപ്പം തന്നെ സൗഖ്യമാക്കി തരാം എന്ന് പറഞ്ഞ് വലിയ യജ്ഞങ്ങളൊന്നും കർത്താവ് നടത്തിയില്ല. പിന്നെ കർത്താവിനെ സമീപിച്ചവർക്ക് അവരുടെ ആവശ്യത്തിനനുസരിച്ച് കർത്താവ് അതെല്ലാം ചെയ്യുകയാണ്. അപ്പൊ അതുകൊണ്ട് ഈ ലോകത്തിന് അത് ഒരു പക്ഷെങ്കിൽ മനസ്സിലാകുവാൻ കഴിയുകയില്ല. ഒന്ന് രണ്ട് വാക്കുകൾ പറഞ്ഞ് മുന്നോട്ട് പോകട്ടെ. 1 യോഹന്നാൻ 2:17 വായിക്കാം. 1 John chapter 2 verse 17. ഇത് നമ്മളെപ്പോഴും നമ്മുടെ വിശ്വാസികളെ മനസ്സിൽ ഉറപ്പിക്കേണ്ട ഒരു കാര്യമാണ്. ഈ ലോകത്തിന്റെ മോഹം, ഈ ലോകത്തിന്റെ ജ്ഞാനം, ഈ ലോകത്തിലെ പണം, ഈ ലോകത്തിലെ നമ്മുടെ ആരോഗ്യം, ഇതെല്ലാം അത് നമുക്ക് കാഴ്ചക്ക് വളരെ ഭംഗിയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. പക്ഷെ ഈ ലോകം തീക്കായിട്ട് സൂക്ഷിച്ചിരിക്കുകയാണ്. ഇതെല്ലാം വെന്തുപോകും, യാതൊരു സംശയമില്ല. ഈ ലോകത്തിന്റെ മോഹങ്ങളെല്ലാം മാറിപ്പോകും. നല്ല ആരോഗ്യമായിട്ടിരിക്കുന്നവർ പ്രായം ചെന്ന വൃദ്ധരായി കഴിയുമ്പോൾ പിന്നെ വല്ല ഇതുണ്ടോ? ഒന്നുമില്ല. എങ്ങനെയും അങ്ങ് ചത്താൻ മതി, അല്ലെ എങ്ങനെ കർത്താവ് എൻ്റെ ജീവനം കടിക്കണമെന്നാ പലരുടെയും ചിന്ത. ഈ ലോകത്തിലെ മോഹങ്ങളെല്ലാം ഒഴിഞ്ഞു പോകുന്നതാണ്. അത് ശാശ്വതമല്ല. എന്താണ് ശാശ്വതമായിട്ടുള്ളത്? കർത്താവിന് വേണ്ടി നാം ചെയ്യുന്ന കാര്യങ്ങൾ, കർത്താവിൽ നാം ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഒരു നിക്ഷേപമായിട്ട് സ്വർഗത്തിൽ സ്വരൂപിച്ച് വെച്ചിരിക്കുകയാണ്. അതാണ് ശാശ്വതമായിട്ട് നിൽക്കുന്നത്. നാം ദൈവത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ, നാം മറ്റൊരു വിശ്വാസികൾക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മുടെ നന്മ പ്രവർത്തികൾ, നമ്മുടെ വിശ്വാസത്തിന്റെ ആ പൂർണ്ണതയോടുകൂടിയുള്ള ആ ഒരു ജീവിതം, ഇതെല്ലാം ദൈവസന്നിധിയിൽ നിലനിൽക്കുന്നതാണ്. അതുകൊണ്ടാണ് പറയുന്നത്, യാക്കോബിന്റെ ലേഖനം 1:27 ഒന്ന് വായിക്കാം. ജെയിംസ് ചാപ്റ്റർ 1 verse 27. യാക്കോബിന്റെ ലേഖനം 1:27. പിതാവായ ദൈവത്തിന്റെ മുൻപാകെ ശുദ്ധവും നിർമ്മലവുമായുള്ള കത്തിയോ അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുന്നതും ലോകത്താലുള്ള കളങ്കം പറ്റാതെ വണ്ണം തന്നെത്താൻ കാത്തുകൊള്ളുന്നതും ആകും. എന്താണ് അവിടെ പറയുന്നത്? ലോകത്താലുള്ള കളങ്കം പറ്റാതെ തന്നെത്താൻ സൂക്ഷിക്കണം. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഒരു കാര്യമാണ്. കളങ്കം പറ്റാൻ വളരെ എളുപ്പമാണ്. അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളെ കളങ്കം പറ്റിക്കാൻ ശ്രമിക്കും. ചിലപ്പോൾ ഇവനെ അങ്ങ് നല്ലവനായിട്ട് നടക്കണ്ട, നിനക്ക് ഇച്ചിരി കളങ്കമൊക്കെ അവന് ഇരിക്കട്ടെ എന്നൊക്കെ മറ്റുള്ളവർ നമ്മളെ കളങ്കിതരാക്കാൻ വേണ്ടി ചിലപ്പോൾ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ ചിലപ്പോൾ ശ്രമിച്ചെന്നിരിക്കും. ഞാൻ മുന്നോട്ട് പോട്ടെ. അതുകൊണ്ട് പറയുന്ന 2 പത്രോസ് 2:20 വായിക്കാം. സമയക്കുറവ് മൂലമാണ് ഞാൻ പെട്ടെന്ന് മുന്നോട്ട് പോകുന്നത്, വിശദീകരിക്കാൻ സമയമില്ല. 2 പത്രോസ് 2:20. അതുകൊണ്ട് എന്താണ് പറയുന്നത്? യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്താൽ ലോകത്തിന്റെ മാലിന്യം വിട്ടോടിയവർ അതിൽ വീണ്ടും കുടുങ്ങി തോറ്റുപോയാൽ അവരുടെ ഒടുവിലത്തെ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ അധികം വർഷമായി പോയി. അപ്പൊ എന്താണ് പറയുന്നത്? ലോകത്തിന്റെ മാലിന്യം വിട്ടോടണം. ലോകത്തിൽ ധാരാളം മലിനതകളുണ്ട്. നമ്മൾ പറയുമോ ലോകമൊക്കെ ഒരു കുഴപ്പമൊന്നുമില്ല, നല്ല ലോകമാണ്. നമ്മുടെ ലോകത്തിൽ എന്താ കുഴപ്പം?
ലോകത്തിലുള്ളവർക്ക് എന്താ, ഈ സിസ്റ്റത്തിന് എന്താ കുഴപ്പമെന്ന് പലപ്പോഴും ചിന്തിച്ചുകൊണ്ടാണ് നമ്മളും ഈ വേർപാട് സൂക്ഷിക്കാതെ നമ്മളും ഈ ലോകമക്കളെ പോലെ തന്നെ അതേ ലെവലിൽ ചിന്തിച്ചുകൊണ്ട് അതുപോലെ പ്രവർത്തിച്ചുകൊണ്ട് ആത്മീയത നഷ്ടപ്പെടുത്തി കേവലം ലൗകികന്മാരെ പോലെ ഒരു ലൗകികമായിട്ടുള്ള ജീവിതത്തിൽ നാം അഭിരമിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇതൊന്നും നമുക്ക് ലോകമല്ലേ, സാരമില്ല, ഈ ലോകത്തിലല്ല, ലോക സഹജമല്ലേ. എല്ലാ ലോകത്തിലുള്ള വിശ്വാസികളൊക്കെ ഇങ്ങനെ, ഇന്ന സഭയിലെ ഇന്ന മൂപ്പൻ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഇന്നടത്തെ ഇന്നാരിങ്ങനാണ്. ഇതൊക്കെ ഈ ലോകത്തിൽ ഇങ്ങനെ ഇല്ല, ഈ ലോകത്തിലല്ലേ നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ നാം ഇതിനങ്ങ് വലിയ അത്ഭുതമൊന്നും കാണാതെ ഇതൊരു സാധാരണ സംഭവമായിട്ട് ആ ദൈവമായിട്ടുള്ള സ്നേഹം നഷ്ടപ്പെടുത്തി മുന്നോട്ട് പോവുകയാണ്. അതിനോട് ഒരു വാക്യം വായിക്കാം, റോമർ 12:2 വായിക്കാം. റോമൻസ് ചാപ്റ്റർ 12 വേഴ്സ് 2. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, അതെ, അവിടെ എന്താണ് പറയുന്നത്? ഈ ലോകത്തിന് അനുരൂപരാകരുത്. അപ്പൊ ഈ ലോകത്തിന്റെ സിസ്റ്റത്തിനനുസരിച്ച് നാം ഈ ഒഴുക്കിക്കൂടെ ഇങ്ങനെ ഒഴുകി അങ്ങ് പോകാനുള്ള ഒരു ടെൻഡൻസി നമുക്കുണ്ട്. ഈ ലോകം അതൊക്കെ എന്തുവാ, കൈക്കൂലി, അത് സാരമില്ല, അതൊക്കെ പിന്നെ അങ്ങനെയുള്ള ഓരോ ഈ ലോകത്തിന്റെ വ്യവസ്ഥിതികളിൽ ഞാൻ പറഞ്ഞു, സാത്താനാണ് അതിനെ നിയന്ത്രിക്കുന്നത്. സാത്താന്റെ നിയമത്തിന് നേരെ എതിരാണ് കർത്താവിന്റെ ദൈവത്തിന്റെ നിയമങ്ങൾ. അതുകൊണ്ടാണ് ലോകസ്നേഹം പിന്നെ ദൈവസ്നേഹത്തിന് എതിരാണെന്ന് പറയുന്നത്. ഈ ലോകത്തിന് അനുരൂപരാകരുത്. ഈ ലോകത്തിൽ നിന്ന് നമുക്കൊരു വേലി കെട്ടി, ഒരു മതിൽ കെട്ടി നമ്മെ തന്നെ സൂക്ഷിക്കേണ്ട ഒരാവശ്യമുണ്ട്. ഈ മതിൽ ഇടിഞ്ഞു പോയാൽ എന്താ പറ്റുമെന്നറിയാമോ? ഈ ലോകം നമ്മുടെ ഉള്ളിലേക്ക്, നമ്മുടെ വീട്ടിലേക്ക് കയറും, അല്ലെങ്കിൽ നമ്മുടെ സഭകളിലേക്ക് കയറും, നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്ക് കയറും. ഈ ലോകത്തിൻ്റെ മോഹങ്ങളിൽ പെട്ട് നാം അങ്ങനെ ദൈവവിശ്വാസം നഷ്ടപ്പെട്ടവരായിത്തീരും. ലോകത്തിൻ്റെ ചില 1-2 കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞ് ഞാൻ നിർത്താം. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 33-ാം വാക്യം ലോകത്തെ പറ്റി അവിടെ പറഞ്ഞൊരു കാര്യമാണ്. ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 16 വേഴ്സ് 33. ലോകം എന്നുള്ളതാണ് എൻ്റെ കീവേഡ്. അതുകൊണ്ടാണ് ഞാൻ ആ വാക്ക് തന്നെ പറയുന്നത്. 33 നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകേണ്ടത് എന്ന് നിങ്ങളോട് സംസാരിക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. മതി. ഈ ലോകത്തിൽ നമുക്ക് കഷ്ടമുണ്ട്, യാതൊരു സംശയവുമില്ല. ഈ ലോകത്ത് നമുക്ക് കഷ്ടമുണ്ട്, പ്രയാസമുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്, രോഗമുണ്ട്, അപകടമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെങ്കിൽ നമുക്ക് എന്തിലാണ് ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് കർത്താവിൻ്റെ ഒരു ഉറപ്പുണ്ട്. ലോകത്തെ ജയിച്ചിരിക്കുകയാണ്. ഈ ലോകത്തിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും പ്രശ്നങ്ങളും ഒക്കെ വരും. പക്ഷെങ്കിൽ കർത്താവ് നമ്മളെ അതിൽ നിന്ന് വിടുവിക്കാൻ ശക്തനാണ് എന്നുള്ള ഉത്തമ ബോധ്യത്തോടെ നമുക്ക് മുന്നോട്ട് പോകണം. ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞങ്ങ് നിർത്താം, വാക്യം വായിക്കുന്നില്ല. കർത്താവ് ലോകത്തെ ന്യായം വിധിക്കുമെന്ന് അപ്പോസ്തല പ്രവൃത്തികൾ 17:31 പറയുന്നുണ്ട്. ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റൽസ് 17:31 പറയുന്നുണ്ട്. ഈ ലോകത്തെ ദൈവം ന്യായം വിധിക്കും. നമ്മളും ആ സിംഹാസനത്തിന് മുമ്പിൽ ഒരിക്കൽ നിൽക്കും. നമുക്ക് കണക്ക് ബോധിപ്പിക്കേണ്ടവരാണ് നമ്മൾ. അപ്പോൾ അതിന് ആ ഒരു ചിന്തയിൽ വേണം നാം മുന്നോട്ട് പോകാൻ. പലരും ആ ചിന്തയില്ല. വിശ്വാസം രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ഇനി എനിക്ക് ഒരു കുഴപ്പമില്ല, എന്ത് തെറ്റും ചെയ്താൽ എൻ്റെ രക്ഷ ഭദ്രമാണെന്ന് പറഞ്ഞ് നമ്മളെല്ലാം എന്ത് തെറ്റും ചെയ്യാൻ യാതൊരു മടിയുമില്ലാത്ത അവസ്ഥയിലാണ് നാം പലപ്പോഴും ആയിരിക്കുന്നത്. നമ്മുടെ കർത്താവിനെ മാത്രം സ്നേഹിച്ചുകൊണ്ട് ഈ ലോകത്തിന്റെ പിന്നാലെ പോകുന്നത് വ്യഭിചാരമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഈ ലോകത്തിന്റെ പിന്നാലെ പോകുമ്പോൾ ആ ദൈവത്തോടുള്ള ഏകാഗ്രത നഷ്ടപ്പെട്ട് നാം വേൾഡിനെസ്സിലോട്ട് അല്ലെങ്കിൽ ലോകമൈത്യത്തിലേക്ക് ഒരു അൺഫെയ്ത്ത്ഫുൾ ബ്രൈഡായിട്ട് നാം മാറുകയാണ്. നമ്മുടെ ആത്മമണവാളനായ കർത്താവുമായിട്ടുള്ള ബന്ധം കുറഞ്ഞു വന്ന് അത് നാം എന്നേക്കുമായിട്ട് ദൈവസന്നിധിയിൽ നിന്ന് അകന്നു പോകുന്ന ഒരു സ്ഥിതി നമുക്ക് വരരുത്. ഈ ലോകത്തിൻ്റെ വെളിച്ചമായ കർത്താവിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് ഈ ലോകത്തിൻ്റെ ദൈവമായ സാത്താനെ എതിർത്തുകൊണ്ട് അവൻ്റെ ആ ശക്തിയെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മെ വീഴ്ത്താൻ നോക്കുന്ന കർത്താവ് യേശുക്രിസ്തുവിനെ പോലെ അവൻ പരീക്ഷിക്കാൻ ശ്രമിച്ചതാണ്, വീഴ്ത്താൻ ശ്രമിച്ചതാണ്.
അപ്പോൾ നമ്മൾക്കൊക്കെ എന്തുമാത്രം പ്രലോഭനങ്ങൾ വരാം. അപ്പോൾ നാം എപ്പോഴും ഓർത്തോണം, നമ്മുടെ ലോകം, ജഡം, പിശാച്, ഈ 3 കാര്യങ്ങൾ നമ്മെ ദൈവസ്നേഹത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ ദിനംതോറും ഓരോ നിമിഷം തോറും ശ്രമിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ ചിന്തകളിൽ, നമ്മുടെ പ്രവൃത്തിയിൽ, നമ്മുടെ നോട്ടത്തിൽ, എല്ലാ കാര്യങ്ങളും നമ്മെ അതിൽ നിന്ന് ഈ ദൈവസ്നേഹത്തിന് അകറ്റാൻ വേണ്ടി സാത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. തീർച്ചയായും അതിന് നമുക്ക് ഇടവരാതെ, ഈ ലോകത്തിൻ്റെ ജ്ഞാനം ദൈവം പോഷത്വമാക്കി എന്ന് പറയുന്നുണ്ട്. കർത്താവ് പോഷത്വം കുലീനമായി തിരഞ്ഞെടുത്തു എന്ന് ഞാൻ പറഞ്ഞു. ഈ ലോകത്തിലെ കളങ്കം പറ്റാതെ, ഈ ലോകത്തിൻ്റെ മാലിന്യം വിട്ടോടി, ഈ ലോകത്തിന് അനുരൂപരാകാതെ ദൈവത്തിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട്, ദൈവത്തെ അനുഗമിച്ചുകൊണ്ട് ദിനംതോറും വിശുദ്ധിയിലേക്ക്, ഓരോ ദിവസം തോറും കൂടുതൽ വിശുദ്ധിയിലേക്ക് കടന്നു വന്ന് നമുക്ക് നമ്മുടെ കർത്താവിന് വേണ്ടി നോക്കി പാർത്ത് നമുക്ക് കാത്തിരിക്കാം. അതിന് ദൈവം നമ്മെ അവരെ സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.